സെവൻത്ത് ഭയങ്കര സിമ്പിൾ ആയി തോന്നിയിട്ടുണ്ടാവും അല്ലെ. എന്നാൽ എയ്ത്തിലേക്ക് എത്തിയപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ ഈ എയ്ത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു അടിപൊളിയായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും പിന്നെ ആക്കാം, നാളെ ആക്കാം, നാളെ ആക്കാം, നാളെ ആക്കാം എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വെറുതെ ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു 10 ചാപ്റ്റേഴ്സിന്റെ അടുത്ത് എല്ലാവർക്കും സ്കൂളിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ 10 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 10 ഡേയ്സ് കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയും. ആ 10 ഡേയ്സ് കൊണ്ട് പഠിച്ചു തീർക്കുമ്പോഴേക്ക് സ്കൂളിൽ അടുത്ത ചാപ്റ്റർ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതാ ബാക്ക്ലോഗ്സ്. അങ്ങനെ കൂട്ടി വെച്ച് എക്സാം ആവുമ്പോഴേക്കും ഒരു ലോഡ് ചാപ്റ്റേഴ്സ് നിങ്ങളെ കയ്യിലുണ്ടാവും. ആ ഒരു ബോധം പലർക്കും ഇപ്പോഴൊക്കെ ആയിരിക്കും വന്നു തുടങ്ങിയിട്ടുണ്ടാവുക. ബിക്കോസ് ഇപ്പം കുറെ പീരിയോഡിക് ടെസ്റ്റ് ഒക്കെ ഇങ്ങനെ ക്ലാസ്സിലൊക്കെ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ ആയിട്ട് ക്ലാസ്സിൽ നടന്നു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം മക്കള് കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മിസ്സേ ഒക്കെ കയ്യിൽ നിന്ന് പോയി, എന്താ ചെയ്യുക, ഇനി എന്താണ് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്നുള്ളത്. എടാ ഡോൺ വരി, നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരു സുവർണ അവസരം ഒരുക്കുകയാണ്. അതായത് നമുക്ക് എന്തായാലും ഈ ഒരു സ്കൂളിന്റെ പുറമേ ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു ട്യൂഷനും കൂടെ കിട്ടിയാൽ മാത്രമേ മക്കൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ബിക്കോസ് നിങ്ങളുടെ മാത്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത്യാവശ്യം ടഫ് ആയിട്ടുള്ള സിലബസ് തന്നെയാണ് ഇപ്രാവശ്യം NCERT ഇറക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലോണം കണ്ടന്റും പഠിക്കാനുണ്ട്. അതുപോലെ ആ കണ്ടന്റ് പറയുന്ന സ്റ്റൈൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കഥയിലൂടെ ഒക്കെയാണ് ഇവർ കണ്ടന്റ് പറഞ്ഞു വരുന്നത്. സോ നിങ്ങൾക്ക് ഈ ട്യൂഷനിൽ പോകുമ്പോൾ ആദ്യം നിങ്ങൾ ആലോചിക്കുക, ഒരു ഓഫ്ലൈൻ ട്യൂഷനിൽ പോയാലോ. അപ്പൊ ഓഫ്ലൈൻ ട്യൂഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് പോകാൻ ഈ സാറ്റർഡേ സൺഡേസ് ഞാൻ സ്കൂളിന്റെ അപ്പുറം പോവണ്ടേ, ഇനിയിപ്പോ ഞാൻ അവിടത്തെ നടക്കണ്ടേ, അവിടത്തെ വണ്ടി പോവണ്ടേ, അങ്ങനെ ഒരുപാട് കൺസേൺസ് ആയിരിക്കും. എന്നാലടാ നിങ്ങൾക്കായിട്ട് എഡ്യൂപോർട്ട് ഒരു സൂപ്പർ ബാച്ച്, ഒരു അടിപൊളി ബാച്ച് എടുക്കുന്നു. അതാണ് ഞങ്ങളുടെ 95+ CBSE പവർ ബാച്ച് എന്ന് പറയുന്നത്. ഇനി ഈ ബാച്ചിൽ എന്തോ ഉണ്ടോന്ന് അറിയണം, ഞാൻ കാണിച്ചുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട് ഞാൻ ഈ ബാച്ചിൽ വരണം എന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മക്കൾ എക്സ്ട്രാ വേറെ ഒരു ഓഫ്ലൈൻ ട്യൂഷന് പോകേണ്ട ഒരാവശ്യവുമില്ല. ഈ ഒരു ബാച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങളുടെ സ്കൂളിന്റെ കൂടെ തന്നെ രാത്രി 1 മണിക്കൂർ ചെലവാക്കി കഴിഞ്ഞാൽ, 1 മണിക്കൂർ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ, 1 മണിക്കൂർ 1.5 മണിക്കൂർ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കാൻ റെഡി ആണെങ്കിൽ ബാക്കിയൊക്കെ ഞങ്ങൾ റെഡിയാക്കും. സൺഡേ ഇരുന്ന് വെറുതെ ക്ലാസ് കേൾക്കാനോ വെറുതെ വണ്ടിയിൽ കയറിയിട്ടും നടന്നു വേറെ ഓഫ്ലൈൻ ട്യൂഷൻസിൽ പോകേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല, ഒക്കെ റെഡിയാക്കി തരും. ഇനി റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞുതരാം. അതായത് ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത്, നമ്മളുടെ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് 0 ആണെങ്കിലും നിങ്ങളെ ഹീറോ ആക്കാനുള്ള ഇതാണ് നമ്മളുടെ ബാച്ചിന്റെ ഒന്നാമത്തെ ആള്, ഡെയിലി ടാസ്ക്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും ടാസ്ക് തന്നാ ചെയ്യും അല്ലെ. നിങ്ങളുടെ ഉമ്മ പറയാണ്, ഇത് ഇന്ന് എന്തായാലും നീ ഈ സംഭവം ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് എന്തായാലും നീ ഇവിടെ ക്ലീൻ ആക്കണം, അങ്ങനെ എന്തായാലും ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, അത് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗെയിമിൽ ഒരു ടാസ്ക് തരികയാണെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ ഒരു ടാസ്ക് തരികയാണെങ്കിൽ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് പുറമെ നിങ്ങളോട് അതൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളോട് പറയാണ് വേണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോ, വേണമെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചോ, അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കൂല. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ഡെയിലി ടാസ്കിലൂടെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു ബാച്ച് വെറുതെ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് വേണേ പഠിച്ചോ അല്ലേ പഠിക്കണ്ട, അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ഡെയിലി ടാസ്കിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി ടാസ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്ന് പഠിക്കേണ്ടത് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും. ആ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി, ആ ലൈവിൽ മാത്രം മക്കൾ കയറിയാൽ മതി, എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സംഭവം ഓരോ ദിവസത്തെയും ഡെയിലി ടാസ്കുകൾ ചെയ്ത് വരുമ്പോഴേക്ക് ഓരോ എക്സാം എത്തുമ്പോഴേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ പോർഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അപ്പൊ കഴിഞ്ഞു പോയ പോർഷനോ, എടാ ഞങ്ങൾ 0 മുതലാണ് തുടങ്ങുന്നത്, നിങ്ങളുടെ ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ്. അതും ടാസ്കുകൾ തന്നിട്ട് നിങ്ങളെ ടാസ്കുകൾ ചെയ്യിച്ചിട്ടാണ് ഞങ്ങൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ പുറമെ അത് മാത്രമല്ല കേട്ടോ, ഈ ടാസ്ക് എവിടുന്നാ വരുന്നത് മിസ് പറഞ്ഞിട്ടെ. അതായത് നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും, എല്ലാ ചാപ്റ്ററിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്, ഒരു ഭാഗം പോലും മിസ്സാക്കാതെ അത് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് വരും. മറ്റൊന്ന് ലൈവ് ക്ലാസ്. ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ മൊത്തം നമ്മളുടെ ടാസ്ക് ചെയ്ത് ഒരു റെക്കോർഡഡ് ക്ലാസ് ഒരു ചാപ്റ്റർ കണ്ടു കഴിഞ്ഞു. ഓരോ ചാപ്റ്റർ നിങ്ങൾ കണ്ടു കഴിയുമ്പോഴും അവിടെ എന്തുണ്ടാവും, പിറ്റേ ദിവസം ഡെയിലി ടാസ്കിൽ അവിടെ ലൈവ് എന്ന് കാണാം. ഓരോ ടാസ്കുകൾ ഒരു റെക്കോർഡ് നമ്മളുടെ ഡെയിലി ടാസ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടുപോയി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി, പിറ്റേ ദിവസം എന്താവും, ലൈവ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും. ലൈവ് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്ററിന് എക്സാമും നടത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞങ്ങൾ ആദ്യം നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങളെ കാണിപ്പിച്ചു, ആ റെക്കോർഡഡ് ക്ലാസ് മൊത്തം കണ്ട് അതിന്റെ ഒരു റിവിഷൻ ലൈവ് നിങ്ങൾക്ക് തന്നു. ആ ലൈവിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സാം കൂടി നടത്തിയാൽ വേറെ എന്തോ വേണോടാ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ക്ലബ്ബാണ്. അതായത് കുട്ടികൾ കുറേ മക്കൾ പറയുന്നതാണ് CBSEയിൽ ലാംഗ്വേജിന്
നമുക്ക് ഒരു ഗ്രാമറൊക്കെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നേ നന്നായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇംഗ്ലീഷ് ഹിന്ദിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തു. അതിലൂടെ നിങ്ങൾക്ക് എന്നും ഗ്രാമറും കുറേ നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രാമറും അതുപോലെ എക്സാമിന് ആവശ്യമായിട്ടുള്ള ഗ്രാമറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞുതരും. ആൻഡ് ഓൾസോ ക്ലബ്ബ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിലൊക്കെ കുറച്ച് ബേസിക്സ് കുറവാണ്. അതപ്പോൾ മാത്സിൽ ചില കുട്ടികൾക്ക് ബേസിക്സ് ഇപ്പോഴും കുറെ ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അതുപോലെ നമ്മളുടെ ഹിന്ദിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എന്ത് തരുന്നത്, ഈ ഒരു ബാച്ചിന്റെ കൂടെ തന്നെ മാത്സിന്റെ ബേസിക്സും ഇംഗ്ലീഷിന്റെ ബേസിക്സും ഹിന്ദിന്റെ ബേസിക്സും ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരുന്നുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡയറക്റ്റ് ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയറൻസ്. ഈ ഒരു പവർ ബാച്ചിലുള്ള മക്കൾക്കുള്ള ഒരു എക്സ്ട്രാ ഫീച്ചർ ആണ് കേട്ടോ ഇത്. നമ്മളുടെ ക്ലാസ് എടുത്ത ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഒരു ടൈം തന്നെ നമ്മൾ തന്നിട്ടുണ്ട്. ആ ടൈമിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അടുത്ത ആൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ മെന്റേഴ്സ് ആണ്. അത് തന്നെ കേട്ടോ നമ്മളുടെ ഈ ഒരു പവർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് നടക്കാൻ കുറച്ച് മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ വിളിക്കും, എടാ പഠിച്ചിട്ടുണ്ടോ, ഈ ക്ലാസ് കണ്ടിട്ടില്ലല്ലോ, ഈ ലൈവ് നീ മിസ്സാക്കിയല്ലോ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കാൻ മെന്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടാസ്ക് എന്ന് വേണമെങ്കിൽ കണ്ടോന്നല്ല, ഈ ടാസ്ക് തന്നു കഴിഞ്ഞാലും നിങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ച് നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ മെന്റേഴ്സും കൂടെ ഉണ്ടാവും. നിങ്ങൾ ഈ 8th എന്ന് പറയുന്ന ഇവിടുന്ന് ഈ ഒരു വലിയ ലൈഫ്, ഈ വലിയൊരു വേൾഡിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിങ്ങളുടെ കൂടെ ഈ ഒരു മെന്റേഴ്സും ഉണ്ടാവും. ആൻഡ് അതാണ് ഞങ്ങളുടെ ഈ ഒരു CBSEയുടെ പവർ ബാച്ച് എന്ന് പറയുന്നത്. ഓൾസോ ഇപ്പൊ ഈ ഒരു തുടക്കത്തിലുള്ള ഏർലി ബേർഡ് ഓഫർ എന്ന് പറയുന്ന പോലെ നമ്മളുടെ ആദ്യം ചേരുന്ന 500 സ്റ്റുഡൻസിന് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഈ ഒരു ബാച്ച് 8,999 റുപ്പീസിനാണ്. ഞങ്ങളുടെ ബാച്ചിൽ 12,999 ആയിരുന്നു. 8,999 ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്. സോ റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും എക്സാംസും അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസും ഞങ്ങൾ ആഡ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതും ഡയറക്റ്റ് ടീച്ചേഴ്സ് ഡൗട്ട് ക്ലിയറൻസും അതുപോലെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സെറ്റാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ എടാ ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്. സോ ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു കമന്റ് ബോക്സിന് മുകളിലായിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ രജിസ്ട്രേഷൻ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേരും ക്ലാസും നമ്പറും അടിച്ചു വെക്കുക. ബാക്കിയൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കും, ഞങ്ങൾ സെറ്റാക്കിയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു എമൗണ്ട് ഒന്നും ഇപ്പം പേ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ നമ്പറിൽ ഒന്ന് ആ ഒരു ലിങ്കിൽ ഒന്ന് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്താൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുതരും എന്താണ് ഇവിടെ, എങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഈ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ആ ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പോര്. ഓൾസോ നിങ്ങൾക്ക് ഇനിയും സംശയമാണ് ആപ്പിൽ ഇതൊക്കെ ഇല്ലേന്ന്, അങ്ങനെയെങ്കിൽ എഡ്യൂപോർട്ടിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഫ്രീ ആണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഇങ്ങ് വന്നാൽ മതി കേട്ടോ. സോ നമുക്ക് ബാച്ചിൽ വെച്ച് കാണാം. അതുവരേക്കും ബൈ.